Hi, good morning, children. All of you take your notebook, Hindi notebook, 2-line copy, back page. Hindi notebook in the back page. Inna date itte ellavarum. Okay, dictation words. Arm. Arm. First one, arm. And English word kudi avade ezhudanam. शब्दार्थ लिखो. आम. मुहम्मद ഷഖ്സാഖ് എവിടെ? ബുക്ക് എവിടെ? ആരാണ് എഴുതുന്നത്? നോട്ട്ബുക്കിൽ എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് ഛാത്ത. പേരൻസ് ശ്രദ്ധിക്കണം, ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് എഴുതരുത് കുട്ടികള്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ? തെറ്റിയാല് അത് എംബോസിഷൻ എഴുതിച്ച് അത് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം. ഛാത്ത. നെക്സ്റ്റ് മാഥ. മാഥ. ഫസ്റ്റ് വേർഡ് ആം, സെക്കൻഡ് വേർഡ് ആം. ഹിന്ദി വേർഡും ഇംഗ്ലീഷ് വേർഡും എഴുതണം. ഫസ്റ്റ് വേർഡ് ആം, സെക്കൻഡ് വേർഡ് ഛാത്ത, തേർഡ് മാഥ. മാഥ. ഫോർത്ത് വേർഡ് താല. 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 നെക്സ്റ്റ് കാൻ. 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 ഒന്നുകൂടെ ഫസ്റ്റ് വേർഡ് പറഞ്ഞു തരാം. ലാസ്റ്റ് വന്നവർക്ക് വേണ്ടിയിട്ട്. അമന്യൊക്കെ എഴുതിയോ അറിയില്ല. അനിഹ, അജിത്ത് ശ്രദ്ധിച്ചോ. നോട്ട്ബുക്കിന്റെ ലാസ്റ്റ് പേജിൽ ഇത് ഡേറ്റ് ഇടുക. ശബ്ദാർത്ഥ ലിഖോ. ഫസ്റ്റ് വേർഡ് ആം. എല്ലാവരും എഴുതിയോ നോക്കിക്കോ. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതിക്കോ. ആം. അതിന്റെ ശബ്ദാർത്ഥ് ഇംഗ്ലീഷ് വേർഡ് വേണം. ആം. അജിത്ത് എഴുതുന്നേ ഉള്ളു അല്ലെ. ഫസ്റ്റ് വേർഡ് ആം. Ajit, are you right? Second word chata. Chata.
छाता, third one माथा, माथा, fourth one ताला, ताला, fifth one कान, कान, कान. Next नाक, नाक, नाक. Okay. Last one. കഴിഞ്ഞോ? ഇല്ല. ഹാത്ത്, ഹാത്ത്, ഹാത്ത്. ഏഴ് വാക്കുകളുണ്ടല്ലേ? ഷിഹാസ് എഴുതിയോ? ഷിഹാസ് ഒന്നും ആവശ്യമില്ലെന്നാണോ പറയുന്നത്? പ്ലീസ് അൺമ്യൂട്ട്. ഷിഹാസ് അൺമ്യൂട്ട് ചെയ്തേ. ഷിഹാസ് എഴുതിയോ? ഞാൻ കണ്ടു, നീ ലാസ്റ്റാ കയറിയത്. മിസ് കാണുന്നുണ്ട്. എന്നിട്ട് എഴുതിയോ നീ? നോ. അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുവായിരുന്നു. വീണ്ടും ഞാൻ ആവർത്തിച്ചാണല്ലോ. പെട്ടെന്ന് എഴുത്. നോട്ട് ബുക്കിന്റെ ലാസ്റ്റ് പേജില് എഴുതി കഴിഞ്ഞവര് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. പെട്ടെന്ന് എഴുതണം ഷിഹാസ്, പെട്ടെന്ന്. ഫസ്റ്റ് വൺ ആം, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതണം. ആം ഹിന്ദി വേർഡ് എഴുതുക, ഇംഗ്ലീഷ് വേർഡ് എഴുതുക. റൈറ്റ് ഫാസ്റ്റ്. ഓരോരുത്തർ കയറുമ്പം അവർക്കുള്ള ഇത് ഇടാൻ ബുദ്ധിമുട്ടാണ്. ഷിഹാസ് ഒന്ന് എഴുതിക്കോ. ആം, ആമിന് ഷിഹാസിനൊന്ന് പറയാൻ പറ്റുമോ? പ്ലീസ് അൺമ്യൂട്ട്. പ്ലീസ് അൺമ്യൂട്ട് ഷിഹാസ്. ബാക്കിയുള്ളവരെ എഴുതിയവർ എവിടെ ഇരുന്നോ? ഷിഹാസ് ആം ശബ്ദാർത്ഥ് ബതാവോ. ആമിന്റെ ശബ്ദാർത്ഥം എന്താ? ഷിഹാസ് ഡോണ്ട് റൈറ്റ്. Tell me answer. ഷിഹാസിന് അറിയോ? ആൻസർ അറിയോ? ആമിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണെന്ന് അറിയോ? പിന്നെ നീ എന്ത് പഠിച്ചിട്ടാ ക്ലാസ്സിൽ വന്നത് ഇന്ന്? ഇന്ന് റിവിഷൻ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച. പറഞ്ഞിരുന്നോ ഷിഹാസെ? ആമിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ നിനക്ക് അറിയില്ല? വെരി ബാഡ്. നാക്ക് ഇംഗ്ലീഷ് വേർഡ് നാക്ക്. ആരാ അടുത്തുള്ളത്? ഉമ്മ അടുത്തുണ്ടോ? എവിടെ പോയി ഉമ്മ? വിളിക്കാവോ? ഷിഹാസിന്റെ അമ്മേനെ ഒന്ന് വിളിക്കാമോ?
ഷിഹാസ് ഇതുവരെയുള്ള വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആണോ നോട്ട് ബുക്കില്? വർക്ക് കംപ്ലീറ്റ് ആണോ ഷിഹാസേ? നോട്ട് ബുക്ക് കംപ്ലീറ്റ് ആണോ? ആൻസർ പറഞ്ഞ ഷിഹാസ്. അൺമ്യൂട്ട് ചെയ്തേ. കംപ്ലീറ്റ് ആണോ? നിനക്ക് ഈസി ആയ വേർഡ് ആമിന്റെ മീനിങ് വരെ അറിയുന്നില്ല. അതെന്തുകൊണ്ടത്? എവിടെ അമ്മ? എന്റെ അമ്മ എവിടെ? ഷിഹാസ് 5 ടൈംസ് ഈ വാക്കുകളെല്ലാം എഴുതണം. പേജ് നമ്പർ 70 എല്ലാ വാക്കുകളും 5 ടൈംസ്. ഷിഹാസ് ലിസൺ. ഹിന്ദി വേർഡും ഇംഗ്ലീഷ് വേർഡും 5 ടൈംസ് ഓരോന്നും എഴുതിയിട്ട് ടീച്ചർക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. ഷിഹാസിന്റെ ടെക്സ്റ്റ് ബുക്ക് എവിടെ? ടെക്സ്റ്റ് ബുക്ക് എവിടെ? പേജ് നമ്പർ 17 എടുക്ക്. അതിലെ ആ വാക്കുകളെല്ലാം 5 പ്രാവശ്യം എഴുതി മിസ്സിന്റെ വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. മിസ്സിന്റെ ഷിഹാസിന്റെ ആരാ അടുത്തിരിക്കുന്നേ? ഉപ്പയാണോ? ഒന്നും പഠിച്ചിട്ടില്ല അവൻ ഇന്ന്? എങ്ങനെയാ? മടിയാണോ? മടിയാണ്. ഈസി ആയ വാക്കാണ് ആം എന്നുള്ള. UKG മുതൽ നമ്മൾ പഠിക്കുന്ന വാക്കാണ് ആം. ഫസ്റ്റ് വേർഡ്. ആമിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താന്ന് അവൻ പറയുന്നില്ല. എന്നപ്പം ഞാൻ അതിന് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. 5 പ്രാവശ്യം 7 വാക്കുകൾ 5 പ്രാവശ്യം ഹിന്ദി വേർഡും ഇംഗ്ലീഷ് വേർഡും അവർ എഴുതണം. എഴുതി അത് പഠിച്ച് എനിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം ഇന്നത്. ഞങ്ങൾ ഇന്ന് മുതൽ റിവിഷൻ തുടങ്ങുവാണ് 2nd ക്ലാസ്സില്. അപ്പൊ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ഒന്നുകൂടെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ആ വാക്കുകളെല്ലാം ഹിന്ദി വേർഡും ഇംഗ്ലീഷ് വേർഡും 5 പ്രാവശ്യം എഴുതണം അവൻ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഡിക്റ്റേഷൻ വേർഡ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് ചിത്ര ദേഖോ ഓർ ബാക്കി പൂരെ കരോ ഇല്ലേ നമ്മൾ പഠിച്ചത്? കംപ്ലീറ്റ് സെന്റൻസ്. ഇത് സെന്റൻസ് കംപ്ലീറ്റ് ആക്കണം. സാഗർ ഡാഷ് പട്. നമ്മൾ ആ ഡാഷിന്റെ അടുത്ത് എന്തോ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്തോ പഠിച്ചിട്ടുണ്ട്. ആ വാക്ക് അവിടെ എന്താന്ന് നിങ്ങൾ എഴുതണം. സാഗർ, ക്വസ്റ്റ്യൻ എഴുതണ്ട. സാഗർ ഡാഷ് പട്. सागर डैश पढ़. Okay. Second one. छाता लगाकर डैश जा. छाता लगाकर डैश जा. കൊടയെടുത്തുകൊണ്ട് എവിടെ പോകാനാണ് പറഞ്ഞത്? ആ വാക്ക്. സ്കൂളിൽ പോകാനാണ് പറഞ്ഞല്ലേ? സ്കൂൾ എന്നുള്ളതിന്റെ ഹിന്ദി വേർഡ് എന്താണെന്ന് എഴുതണം അവിടെ. छाता लगाकर डैश जा. नेक्स्ट, हाथ साफ कर और डैश ला. हाथ साफ कर और डैश ला. കൈ കഴുകിയിട്ട് എന്തോ എടുത്തോണ്ട് വരാനാ പറയുന്നത്. എന്തോ കൊണ്ടുവരുന്നാ പറയുന്നത്. എന്താണ് ആ സാധനം?
ഒരു ക്ലൂ കൂടെ തരാം. അംബ്രല്ല എന്നാണ് ഇംഗ്ലീഷ് വേർഡ്, അതിന്റെ ഹിന്ദി വേർഡ്. എന്ത് ഈസിയാ അല്ലേ? ഓക്കെ, ഏതൊക്കെ വാക്കുകളാണെന്ന് മിസ് അടയാളപ്പെടുത്തട്ടെ. നെക്സ്റ്റ് കളേഴ്സ് എഴുതാനാണ്. ഇംഗ്ലീഷിൽ ഞാൻ കളർ പറയും, അതിന് ഹിന്ദി നെയിം എഴുതണം. ബ്ലാക്ക്, ബ്ലാക്കിന് ഹിന്ദിയിൽ എന്താണ് എഴുതുന്നത്? ബ്ലാക്ക് കളർ. നെക്സ്റ്റ് ഗ്രീൻ, ഗ്രീൻ. ഫറ ഫാത്തിമ എഴുതുന്നില്ലേ? ആരാ എഴുതുന്നത്? ഞാനാണോ? നെക്സ്റ്റ് റെഡ്, റെഡ്. റെഡ് കളറിന് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ബ്ലൂ, ബ്ലൂ. ബ്ലൂവിന് മലയാളത്തിൽ നമ്മൾ എന്താണ് പറയുന്നത്? അത് തന്നെയാണ് ഹിന്ദിയിൽ അല്ലേ? അതെ, ബ്ലൂ. എറിക്ക് എഴുതിയാ? ബ്ലൂ എന്നുള്ളത് മലയാളത്തിൽ എന്താണ്? മഞ്ഞ അല്ല, വെള്ള അല്ല, കറുപ്പ്. നോ. അപ്പൊ അത് പറഞ്ഞു തന്നാ പിന്നെ നിങ്ങൾ എഴുതൂലേ? മലയാളത്തിൽ പറയുന്ന വാക്ക് തന്നെയാണ് ഹിന്ദിയിലും. ബ്ലൂ, ബ്ലൂ കളറിന് മലയാളത്തിൽ എന്താ പറയുന്നത്? അത് തന്നെയാണ് ഹിന്ദിയിലെ വാക്ക്. കിട്ടിയാ? എറിക്കിന് കിട്ടിയാ? എറിക്കിന് ഇപ്പൊ പിടിച്ചിട്ടേ ഉള്ളൂ. അവന് ബ്ലൂ എന്നുള്ളതിന്റെ മലയാളം അറിയില്ല. പ്ലീസ് അൺമ്യൂട്ട്. എന്താടാ ബ്ലൂ എന്നുള്ളത് കളർ? ബ്ലൂ കളർ എന്താ? ബ്ലൂ. അതിന് മലയാളത്തിൽ എന്താ പറയുന്നേ? ബ്ലൂ എന്നാ മലയാളത്തിൽ പറയുന്നേ? ബ്ലൂ കളറിന് മലയാളത്തിൽ എന്താ പറയുന്നേ? അയ്യേ, ഷെയിം, ഷെയിം. വെരി. ബ്ലൂ കളറിന് മലയാളത്തിൽ എന്താ പറയുന്നത്? ആർക്ക് പറയാം? നീല. ആ, നീല. എറിക്ക് പറഞ്ഞു. അപ്പൊ ഹിന്ദിയിലെ വേർഡ് എന്താ ബ്ലൂവിന്? നീല. മിസ് പറഞ്ഞു തന്നു, എഴുതിക്കോ, നീല. എത്ര പേര് ശരിയാക്കും നോക്കട്ടെ? ഓക്കെ, എത്ര വാക്കുകളായി എറിക്ക? ഇപ്പോ 15 മാർക്കിനുള്ളതായോ? ഡിറ്റേഷൻ ശബ്ദാർത്ഥി 7 എണ്ണം തന്നു അല്ലേ? അത് കഴിഞ്ഞ് കംപ്ലീറ്റ് സെന്റൻസ് 3 എണ്ണം തന്നു. ഒരെണ്ണം കൂടെ വേണം അല്ലേ? യെസ്. ഇനി ഏത് കളർ എഴുതുക നിങ്ങള്? യെല്ലോ. യെല്ലോ. യെല്ലോ കളറിന് എന്താണ് പറയാ? കളേഴ്സ് ഒക്കെ ഞാൻ ആദ്യം ഫസ്റ്റ് പഠിപ്പിച്ചതാ. യെല്ലോ കളറിന് എന്താണ് പറയാ? എഴുതിക്കും. മലയാളത്തിൽ ഞാൻ ക്ലൂ പറഞ്ഞു. മലയാളത്തിൽ ക്ലൂ പറയാം. മഞ്ഞ. അതിന് ഹിന്ദിയിൽ എന്താണ്? ഹിന്ദിയിൽ മഞ്ഞ എന്നല്ല കേട്ടോ. ഹിന്ദിയിൽ എന്താണ് യെല്ലോയ്ക്ക് പറയാ? ഫസ്റ്റ് ലെറ്റർ പി എന്നാണ്. ഫസ്റ്റ് ലെറ്റർ
പി. എന്തായിരിക്കും മെറിക്ക് പറയാൻ പറ്റുമോ? ആ വെരി ഗുഡ്. എല്ലാരും കേട്ടു? ആരും കേട്ടിട്ടില്ല കേട്ടോ, എഴുതിക്കോ. പീലാന്ന് ആരും കേട്ടിട്ടില്ല. കേട്ടോ ഡൊമിനിക്ക്? ഡൊമിനിക്ക് കേട്ടു. എന്നാ വേഗം എഴുതിക്കോ, ആരോടും പറയണ്ട. ഡൊമിനിക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. വേഗം എഴുതിക്കോ, പീല. ഹന്നിക്ക് ചെറിയ ചിരി വരുന്നുണ്ട്. ഹന്നിയും കേട്ടു എന്നാ തോന്നുന്നത്. ഓക്കെ, എന്നപ്പം ഇനി ഞാൻ എന്താ ചെയ്യുന്ന അറിയാം? നിങ്ങൾ ഡേറ്റ് ഇട്ട് വെച്ചില്ലേ? ഇട്ട് വെച്ചു. ആദ്യത്തത് കറക്റ്റ് ആൻസർ മിസ് പറഞ്ഞു തരും, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിക്കും. കറക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ടിക്ക് ഇടുക. ടിക്ക് ഇട്ടിട്ട് മിസ്സിന് അയച്ചു തരണം. നിങ്ങൾ ടിക്ക് ഇട്ടത് ശരിയാണോ നോക്കണ്ടേ? അതെ. ഫസ്റ്റ് ടെസ മരിയ, പ്ലീസ് അൺമ്യൂട്ട്. ഒരാളുടെ ചോദിക്കാന്നപ്പം ശരിയാണെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യണം. ഇവിടെ ടെസ മരിയ, ഫസ്റ്റ് വേർഡ് നമ്മൾ എന്താ എഴുതിയത്? ആം. ആമിന്റെ ശബ്ദാർത്ഥം എന്താണ്? മാംഗോ. എത്ര പേര് എഴുതി? എഴുതിയവരുടെ കറക്റ്റ് ആണെങ്കിൽ, മാംഗോ എന്ന് എഴുതിയവരുടെ കറക്റ്റ് ആണെങ്കിൽ ശരി കിട്ടുള്ളൂ. ഒരു മാർക്ക് കിട്ടി അല്ലേ? ഷിഫാന, നീ എന്തെങ്കിലും എഴുതിയോ? ശരി കിട്ടോ? ശരി കിട്ടോ? നീ ആമിനെ ആമാന്നല്ലേ എഴുതി വെച്ചത് ഷിഫാന? ആമാ. പിന്നെന്താ എഴുതിയത് നീ? മിസ് ചുമ്മാ പറഞ്ഞതാടാ. ആ ഓക്കെ, ചുമ്മാ പറഞ്ഞ കേട്ടോ. ചിലവരുണ്ടല്ലോ ആംന്ന് എഴുതുമ്പോ ആമാന്ന് എഴുതി വെക്കും, മാന്ന് എഴുതി വെക്കും. അപ്പൊ ആമാന്നല്ലേ വായിക്കുക? ആ അതാണ്. നെക്സ്റ്റ് വേർഡ് ഗുഡ്. അജിത് ജോസഫ്, പ്ലീസ് അൺമ്യൂട്ട്. നെക്സ്റ്റ് വേർഡ് എന്താ പറഞ്ഞത്? ചാത്ത അല്ലെ? ചാത്ത ഇംഗ്ലീഷ് വേർഡ് എന്തായിരുന്നു? ശബ്ദാർത്ഥം അംബ്രല്ല. അംബ്രല്ല. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ? UMBRELLA, അംബ്രല്ല. എത്ര പേര് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിയിടുക. സ്പെല്ലിംഗ് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊരു 3 പ്രാവശ്യം എഴുതി പഠിക്കണം. നെക്സ്റ്റ് വേർഡ് മാത. ബിനോയ്, ബിന്യ, പ്ലീസ്. നെക്സ്റ്റ് വേർഡ് മാത അല്ലേ? മാത എന്നുള്ള ശബ്ദാർത്ഥം പറഞ്ഞേ, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. മാത ശബ്ദാർത്ഥം എന്താണ് ബിനിയ എഴുതിയത്? Tell me answer. മാത എന്താണ് എഴുതിയത്? ഹായ് ബിനിയ, കേൾക്കുന്നില്ലേ? മോളെ പറഞ്ഞേ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഒച്ചത്തിൽ ലൗഡ്ലി പറയുന്നുണ്ട് അവളെ, പക്ഷെ ഇങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ചെറിയ സൗണ്ടില്ല പറയുന്നത്. ടീച്ചറെ, അവളെ അർത്ഥം എഴുതിയിട്ടില്ല, മാതാന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമുക്ക് ശബ്ദാർത്ഥാണ് വേണ്ടത്, അത് അർത്ഥം വേണം. അറിയോ ബിനീക്ക്? അറിയോ മാത എന്നുള്ളതിന്റെ അർത്ഥം അറിയോ? അറിയില്ല. അവൾക്ക് അറിയില്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യണം? ഒരു 5 പ്രാവശ്യം എഴുതിക്കണം അത്. ആ ഹിന്ദി വേർഡും ഇംഗ്ലീഷ് വേർഡും എഴുതണം, പഠിക്കണം. ഓക്കെ ഓക്കെ. ഇനി മിസ് പറഞ്ഞുതരാം, നമ്മുടെ സമയം തീരാൻ പോവാണ്. മാത ഫോർഹെഡ്, FOREHEAD. കറക്റ്റ് ആണെങ്കിൽ ശരി കിട്ടുള്ളൂ. ഫോർഹെഡ്. ഓക്കെ. നെക്സ്റ്റ് എന്താ പറഞ്ഞത് നമ്മള്? താല. താല മീൻസ് ലോക്ക്, LOCK.
കറക്റ്റ് ആണെങ്കിൽ ശരി കിട്ടുള്ളൂ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. സ്പെല്ലിംഗ് തെറ്റാണെങ്കിൽ അത് എഴുതി പഠിക്കണം. നെക്സ്റ്റ് കാൻ. കാൻ മീൻസ് ഇയർ. EAR. നെക്സ്റ്റ് നാക്ക്. നാക്ക് മീൻസ് nose. NOSE. ലാസ്റ്റ് വൺ ഹാത്ത്. ഹാൻഡ്. HAND. എല്ലാം ശരിയാണെങ്കിൽ ആയില്ല അല്ലെ, മാർക്ക് ഇടാറായില്ല. ബാക്കി കൂടെ നോക്കട്ടെ. നെക്സ്റ്റ് എന്താണ് നമ്മൾ എഴുതുന്നത്? കംപ്ലീറ്റ് ദ സെന്റൻസ്. ഫസ്റ്റ് വൺ സാഗർ അക്ബാർ പട്. അക്ബാറിന് എത്ര പേരെത്തി? എഴുതിയത് അക്ഷരങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ശരി ഇടുക. അക്ബാർ ശരി ഇട്ടോളൂ. തെറ്റാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എഴുതി പഠിക്കണം. ഒരു 5 പ്രാവശ്യം എഴുതി പഠിക്കണം ആ വാക്ക്. നെക്സ്റ്റ് ഹാത്ത് സാഫ്കർ. സോറി, നെക്സ്റ്റ് വൺ ഛാത്താ ലഗാക്കർ പാഠശാല ജാ. അവിടുത്തെ വാക്ക് പാഠശാല ആണെങ്കിൽ ശരി കിട്ടുള്ളൂ. പാഠശാല. തേർഡ് വൺ ഹാത്ത് സാഫ്കർ ഛാത്താല. നെക്സ്റ്റ് വേർഡ് ഛാത്ത. ശരിയാണെങ്കിൽ ശരി കിട്ടുള്ളൂ. ഡൊമിനിക് എവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ കറക്റ്റ് ചെയ്തോ നീ ബുക്ക്? ഓക്കെ. നെക്സ്റ്റ് കളേഴ്സാ പറഞ്ഞത് അല്ലേ? ഫസ്റ്റ് വൺ കാല. ബ്ലാക്കിന് കാല. ശരിയാണെങ്കിൽ ശരി ഇട്ടോളൂ. തെറ്റാണെങ്കിൽ തെറ്റിടണം. തെറ്റിട്ടാ മാത്രം പോരാ, അത് എഴുതി പഠിക്കണം. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? നെക്സ്റ്റ് കളർ എന്താ പറഞ്ഞത്? എറിക്കേ. ബ്ലാക്ക് കഴിഞ്ഞിട്ട് ഹര. ഗ്രീൻ. ഗ്രീൻ കളറിന് ഹര. ഓക്കെ. തേർഡ് റെഡ് കളറിന് ലാൽ. നെക്സ്റ്റ് ബ്ലൂ കളറിന് നീല. നീല. ലാസ്റ്റ് വൺ യെല്ലോ. യെല്ലോയ്ക്ക് പീല. എല്ലാം കറക്റ്റ് ആയവര് 15 out of 15 എഴുതിക്കോളൂ. എന്നിട്ട് മിസ്സിന് പോസ്റ്റ് ചെയ്യണം കേട്ടോ. തെറ്റാണോ നോക്കണ്ടേ? തെറ്റിപ്പോയവര് അറിയൊന്നും വേണ്ട, റിവിഷൻ ആണ്. തെറ്റിയത് വീണ്ടും പഠിക്കാനുള്ള അവസരമാണിത്. 5 പ്രാവശ്യം പേരൻസ് ശ്രദ്ധിക്കണം. തെറ്റിയ വാക്കുകൾ, സ്പെല്ലിംഗ് തെറ്റുണ്ടെങ്കിൽ ആ വാക്കുകൾ 5 പ്രാവശ്യം എഴുതി പഠിപ്പിക്കുക കുട്ടികളെ കൊണ്ട്. ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. എറിക് അഗസ്റ്റിൻ, ജുവൽ മരിയ, മാളവിക, അലൻ തോമസ്, ഇഫ്ര, മിൻഹാജ്, മുഹമ്മദ് അഫ്ല, ഹിബ ഫാത്തിമ, ഹൈഫ മെഹറിൻ, ഡൊമിനിക്, അജിത് ജോസഫ്, ഹന്ന, അനഘ സുരേഷ്, വിനിയ ബിനോയ്, ഷിഹാസ്, മുഹമ്മദ് നാഫി, ടെസ മരിയ, സയാൻ, അമന്ന രാജേഷ്, മുഹമ്മദ് ടി, അനിഹ മോഹൻ. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ആളെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. 1 2 3 4 5 6 7 8 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അവന്റെ പേരെന്താന്നറിയില്ല. അവരിപ്പം തലയിൽ പെൻസിലും കൊണ്ട് തലയിൽ ഇങ്ങനെ പിടിച്ചേക്കുക. അറിയാം മോനെ, നിന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? കുര്യൻ ജോസഫ് വിളിച്ചല്ലേ? കുര്യൻ, ഹിബ ഫാത്തിമ, ഫാത്തിമ മെഹറിൻ, അലൻ തോമസ്. പ്ലീസ് അൺമ്യൂട്ട്. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട കുട്ടി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ. പേര് പറഞ്ഞ വാട്ട്സ് യുവർ നെയിം? ആൻസൺ ആണോ പേര്? ആൻസൺ കെ അജിത്ത് ആണോ? ആൻസൺ ആണോ പേര്?
ANS എന്ന് ഇപ്പൊ കാണുന്നുണ്ട് അല്ലെ? മാത്രമേ അവന്റെ കാണുന്നുള്ളൂ. ആൻസൺ കെ അജിത്ത് ആയിരിക്കും അല്ലെ? ഓക്കെ, അതെ അതെ, ഗുഡ്. ഇപ്പൊ മനസ്സിലായി. ആ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഒന്ന് മാറ്റിട്ട് ഇവിടെ പേര് എഴുതുക കേട്ടോ മോനെ. ആൻസർ ഒന്നും കാണുന്നില്ല, ANS മാത്രമേ കാണുന്നു, ഇപ്പൊ കാണുന്നുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കി. എല്ലാവരും പേര് വിളിച്ചില്ലേ?